ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെയിലായി വെച്ചിരിക്കുന്ന ഫിഷ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 കിലോ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം ഞാൻ അത്ര നമ്മൾ 10 കിലോൻ്റെ എടുത്തിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 1 കിലോ പറഞ്ഞാലും അത്ര റെഡി ആവില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ 10 എന്തായാലും എടുക്കേണ്ടി വരിക. അതേപോലെ നമ്മൾ 1 കിലോൻ്റെ റെസിപ്പി നോക്കിയിട്ട് 10 കിലോ ചെയ്താലും ശരിയാവില്ല കേട്ടോ. അതങ്ങനൊരു കാര്യമുണ്ട് നമ്മൾ കുക്കിങ്ങിൽ. അത് നമുക്ക് ചെയ്ത് തന്നെ ശരിയാവുള്ളൂ. ഇപ്പോൾ നാരങ്ങച്ചാറിൻ്റെ 10 കിലോൻ്റെ റെസിപ്പി എനിക്ക് കാണാപ്പാടായി. പക്ഷേ മീനച്ചാറിൻ്റെ ഈ ഒരു റെസിപ്പി നമ്മൾ മീൻ വാങ്ങിച്ച് 11 കിലോ മീൻ വാങ്ങിച്ചിട്ട് തൂക്കം നോക്കി എടുത്തപ്പോൾ 5.5 കിലോ മാത്രമാണ് അതിൽ പീസുകൾ ഉണ്ടായിരുന്നത്. അച്ചാറിടാൻ പറ്റണ അത്ര മീനുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അച്ചാറിട്ടിരിക്കുന്നത്. അതും വറുത്ത് വരുമ്പോൾ അത്രയും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനിത് ഇപ്രാവശ്യം അച്ചാറിട്ടേക്കണമെന്ന് പറയുന്നത് കറക്റ്റായിട്ട് സാധാരണ പോലെ അച്ചാറിട്ടു, എല്ലാതും റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിനാഗിരി ആയാലും ഉപ്പായാലും നമ്മുടെ മസാലപ്പൊടികളായാലും ഒക്കെ നോക്കി വീണ്ടും ചേർത്ത്. ആദ്യം ഒരളവിന് അങ്ങോട്ട് ചേർത്തു, എന്നിട്ട് അങ്ങനെ ചേർക്കാണ് ചെയ്തത്. അപ്പം അത് കാരണം കൃത്യമായിട്ടൊരളവ് ഇതിൽ പറയാൻ എനിക്ക് പറ്റില്ല. ഏകദേശം ഒരു മെത്തേഡ് മാത്രമാണ് ഞാനിതിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ നമുക്ക് പിന്നീട് ഞാൻ 1 കിലോൻ്റെയോ അല്ലെങ്കിൽ 1/2 കിലോൻ്റെയോ ഒക്കെ ഞാൻ ഇടാം, നാരങ്ങയായാലും മീനായാലും ഒക്കെ. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ മാങ്ങ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നാരങ്ങ ഇത്തിരി ബൾക്കായിട്ട് ഇടുന്നുണ്ട്. നാരങ്ങ അത്യാവശ്യം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനിപ്പോൾ ഇത് മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ. ഇനി ആൾക്കാർ കൂടുതലായിട്ട് ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇട്ട് വെക്കണം. മീൻ നമുക്ക് പാകാവാൻ അത്രയ്ക്കധികം ദിവസം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 10 ദിവസമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാരണം ഈ നാരങ്ങച്ചാറാവണോടുകൂടി തന്നെ മീനും ആവും. അപ്പോൾ ഇനി വേണമെങ്കിൽ കൂട്ടുകാർ മീനച്ചാറ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പോഴല്ലേ എനിക്ക് രണ്ടാമത് ചെയ്യണോ എന്ന് അറിയുള്ളൂ. അത് കാരണമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മാങ്ങയും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ പോകുമ്പോൾ റേറ്റൊക്കെ ഒന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതും പറ്റണവരൊന്ന് ഓർഡർ ചെയ്യുക. പിന്നെ വെളുത്തുള്ളി എൻ്റെ ആഗ്രഹമാണ് കേട്ടോ, വെളുത്തുള്ളി അച്ചാറിടാനായിട്ട്. അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ട് നോക്കുള്ളൂ. എന്താ വെച്ചാൽ അത് പൊളിക്കാനൊക്കെ ഇത്തിരി പാടല്ലേ. പിന്നെ വെയിലത്ത് വെച്ചാലൊക്കെ വെളിച്ചെണ്ണ പറ്റി വെയിലത്ത് വെച്ചാലൊക്കെ പെട്ടെന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന മെത്തേഡൊന്നും നമ്മളത്ര പ്രാക്ടിക്കലല്ല, കുറച്ചൊക്കെ ഉണ്ടാക്കണ പോലെയൊന്നും അല്ലല്ലോ. അപ്പം അത് പക്ഷെ എന്നാലും ഞാൻ ഇത് ഇടും. എനിക്ക് വെളുത്തുള്ളി അച്ചാർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. പിന്നെ കൊറിയർ ചാർജ് എന്ന് പറയുന്നത് DTDCയിൽ കേരളത്തിൽ മുഴുവനായിട്ട് എവിടെയായാലും 60 രൂപയാണ് പറഞ്ഞത്. ഇനി ഞാൻ കൂടുതലായിട്ട് കൊണ്ടുചെല്ലാൻ 50 രൂപയ്ക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 50 രൂപ അല്ലെങ്കിൽ 60 രൂപ ഫുള്ളായിട്ട് ഞാൻ ഒരിക്കലും കൂട്ടുകാരെ നിന്ന് വാങ്ങിക്കില്ല. എത്ര എനിക്ക് എടുക്കാൻ പറ്റും, എത്ര കൂട്ടുകാരെ നിന്ന് വാങ്ങിക്കും എന്നുള്ളത് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ അച്ചാർ എന്തായാലും പാക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ കൂട്ടുകാരെ മെസ്സേജ് ഇടും. അപ്പോൾ അത് അപ്പോൾ പറയാം കേട്ടോ. പിന്നെ ഇനി പത്രയ്ക്ക് ഇപ്പം മുന്നേ അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. വാട്സപ്പ് നമ്പർ 790 756 4034 കേട്ടോ. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, പറഞ്ഞു പോയിന്ന് മാത്രം. പിന്നെ മിക്ക വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. എല്ലാ വീഡിയോയിലും ഉണ്ട് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോയുടെ ഇടാറില്ല. ഇപ്പോൾ ഷോർട്ട് വീഡിയോയുടെയും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫോൺ നമ്പർ കിട്ടാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താ ഇപ്പോൾ പറയാൻ വന്നത് വേറെ, ഇനിയിപ്പോൾ ഇതിനേക്കാളും കുറവ് പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ അവിടെ ഞങ്ങളെ ബന്ധത്തിലുള്ള ഒരു ചേച്ചി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിക്കണം. എന്തായാലും ഫോൺ മാറോടുകൂടി എല്ലാവരുടെ ഫോൺ നമ്പറും പോയി. അല്ലെങ്കിൽ എല്ലാവരുടെയും ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരുടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ. പക്ഷേ ഇപ്പം മിക്ക ആൾക്കാരും ഫോൺ നമ്പർ പോയിട്ട് അത് കാരണം കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇനിയിപ്പം എന്തായാലും അച്ചാർ സെയിൽ ചെയ്യാറാവുമ്പോഴേക്കും എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് വീഡിയോ ഇടാം. അതുപോലെ തന്നെ ഓർഡർ ചെയ്തവർക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാം. പിന്നെ ഇപ്പം എന്താ പറയുക, വേറെ വിശേഷങ്ങളൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇത്തിരി ഓർക്കക്ഷീണുണ്ട്. വേഗം എഡിറ്റ് ചെയ്ത് വേഗം കിടന്നുറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാൻ മറക്കരുത്. ചില കമൻറ്റിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മറുപടി തരണം തോന്നും, ചിലപ്പോൾ സാധിക്കാറില്ല, ക്ഷമിക്കാം. പിന്നെ 70K ആയതിൻ്റെ സന്തോഷത്തിൽ ഒരു Q&A നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർ ചോദിക്കുക. ആ ചോദ്യങ്ങൾ ഞാൻ വേറെ ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. 1 ലക്ഷം ആകുമ്പോൾ Q&A നടത്തണം ഞാൻ വിചാരിച്ചത്. പക്ഷേ 1 ലക്ഷം ആവണില്ല. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ 25 കിലോ 50 കിലോ അങ്ങോട്ട് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ ചെയ്തിട്ടില്ല.
50K ആയിട്ട് ഇപ്പോൾ 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും വർഷത്തെ കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നവർക്കൊക്കെ ഏറെക്കുറെ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ കൂട്ടുകാർക്ക് അറിയാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി മാത്രം കാണണം എന്നുള്ളൊരു ഞാൻ എൻ്റെ സംസാരം സ്കിപ്പ് ചെയ്യുക, അച്ചാർ മാത്രം കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അച്ചാറിൻ്റെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇനി അടുത്ത വെള്ളിയാഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് അച്ചാറിൻ്റെ വീഡിയോ കേട്ടോ. ഓക്കെ. അപ്പോൾ മീൻ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി അരിപ്പ കൊട്ടയിൽ വെച്ച് കുറച്ച് നേരം വെച്ചു കൂട്ടാന്ന് വെള്ളം വാന്ന് കഴിയാനായിട്ട്. പിന്നെ ഇതാ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഒരു കുഞ്ഞു കഷ്ണം മീനിട്ട് നോക്കിയിട്ട് അത് ചൂടായോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. 3-4 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. വേണമെങ്കിൽ മുളക് പൊടി കൂടി ചേർക്കാം. കരിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മുളക് പൊടി ചേർത്തില്ല കേട്ടോ. കുറച്ചും കൂടി നല്ലതാണ് മുളക് പൊടി ചേർത്ത് പുരട്ടി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഉപ്പ് മുളക് ഉള്ളിലേക്ക് പിടിക്കുമല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ ഇത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രം പുരട്ടി കുറച്ച് നേരം ഒന്ന് വെച്ച് ആ വെള്ളം വാന്ന് പോണ വരെ കേട്ടോ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് പിന്നെ ഫ്രൈ ആക്കി എടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഇളക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അടിക്ക് പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അടിക്കൊന്നും പിടിക്കില്ല. ഇളക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചില മീൻ കഷ്ണങ്ങൾ ഇത്തിരി വലുപ്പമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചട്ടം കൊണ്ട് തന്നെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടോ അങ്ങനെയാണ് ചെയ്തത്. ഏകദേശമൊക്കെ ഒരേ വലിപ്പത്തിലുള്ള പീസാവുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കൃത്യമായിട്ട് ഫ്രൈ ആക്കി കിട്ടും. ഇത് ചിലത് ചെറുതും ചിലത് വലുതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളല്ലല്ലോ കറക്റ്റായിട്ട് നുറുക്കണത്, നമുക്ക് നുറുക്കി തരികയല്ലേ. പിന്നെ നാരങ്ങേനെ സംബന്ധിച്ചിട്ട് മീനാകുമ്പോൾ നുറുക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് അച്ചാറിട്ട് കഴിയും. അതേ എണ്ണയിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇഞ്ചി ഇത്തിരി കുറച്ചും വെളുത്തുള്ളി ഇത്തിരി കൂടുതലും ചേർത്തു. നാരങ്ങ അച്ചാറിനേക്കാളൊക്കെ കൂടുതൽ ഇഞ്ചിയുടെ പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇട്ട് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മൊരിയണം. കേടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിൽ അച്ചാറിടുമ്പോൾ ഇപ്പോൾ ഓവറായിട്ട് മൊരിയണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത്തിരി ഒരു ഏകദേശമൊക്കെ ഒന്ന് മൊരിഞ്ഞാൽ മതി. ആ പച്ചക്കുത്തൊക്കെ പോയാലും മതി. പിന്നെ നന്നായിട്ട് മൊരിയുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്ക് വെളുത്തുള്ളി എപ്പോഴും കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. പക്ഷേ മീനച്ചാറിൽ ഞാൻ അങ്ങനെ ഇട്ടില്ല. നാരങ്ങയിലും മാങ്ങയിലൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും കുറച്ച് വെളുത്തുള്ളി അതിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മ അച്ചാറിടുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ എപ്പോഴും നമുക്ക് സാധിക്കില്ല, നന്നാക്കാനുള്ളൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ സാധിക്കില്ല. ഇനി വെളുത്തുള്ളി തോല് കളഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര റേറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായത്, അതാണ് അരിഞ്ഞ് ചേർത്തത്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഞാൻ ചേർത്തത്. എന്താ വെച്ചാൽ നല്ല കളറും ഭംഗിയൊക്കെ കിട്ടണ്ടേ. നന്നായിട്ട് മൊരിപ്പിച്ചിട്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഈ പറഞ്ഞ മാതിരി ഓരോന്നിൻ്റെ അളവ് എടുത്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നോക്കിയിട്ട് ആദ്യം ഒരു 1/2 കിലോനോ 250 ഒക്കെ ഇട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ പതുക്കെ ഇട്ടാൽ മതി. എപ്പോഴെങ്കിലുമൊക്കെ മീൻ വാങ്ങിക്കുമ്പോൾ ഇടാമെന്ന് മാത്രം കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ടതിന് ശേഷം പിന്നെ രണ്ടാമത് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി അധികമായാലും നമ്മളെ ടേസ്റ്റ് കുറയ്ക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തു. എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വിനാഗിരി ഇതിലിത്തിരി കൂടുതൽ വേണം. നമ്മുടെ നാരങ്ങയുടെ പോലെ നാരങ്ങ നല്ല പുളിയുണ്ട്, ഇതിന് പുളിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇത്തിരി കൂടുതൽ വിനാഗിരി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കി അങ്ങനെയാണ് ഇട്ട് കൊടുത്ത്. ഈ ഒരു ടൈമിൽ എല്ലാം ഇത് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മീനിട്ടിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കായം എപ്പോഴും വറുത്ത് പൊടിച്ചാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊടിയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇനി ഗ്രേവിയിലേക്കുള്ള ഉപ്പ് മാത്രം ഇപ്പം ഇട്ട് കൊടുത്തു. മീനിൽ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടേക്കുന്നത്. മുളക് ഞാൻ ഒന്ന് മൂപ്പിച്ചു. അച്ചാറിലേക്ക് മൂപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂടായാൽ മതി മുളക്, ശരിക്കും പറയാൻ വെച്ചാൽ. എന്നാലും എനിക്ക് മൂപ്പിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയും ടേസ്റ്റും കേടാവാതിരിക്കണതൊക്കെ എനിക്ക് ഫീൽ ചെയ്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. നന്നായിട്ട് മൂപ്പിച്ച് മിക്സ്. ഈ സമയത്ത് തീയൊക്കെ കുറയ്ക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക. ഉരുളിക്കാകുമ്പോൾ ഓഫ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ നല്ല കട്ടി പാത്രമല്ലേ, ചൂടായി ഇങ്ങനെ നല്ല ചൂടായിട്ട് നിൽക്കല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മീനച്ചാറ് കുറേശ്ശെ അളവിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് മുൻപ്.
പക്ഷേ ഇത്രയ്ക്ക് അധികം ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നാരങ്ങയ്ക്ക് ഉണ്ടാക്കി ആ ഒരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ മുളകൊക്കെ കരിയാണ്ട് നോക്കാനുള്ളത് മാത്രമാണ് ഒരിത്. അത് പിന്നെ നമ്മൾ അപ്പം തന്നെ എണ്ണ ഒഴിക്കുകയോ വിനാഗിരി ഒഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ ചാറ് വേണമെന്നുള്ളവർക്ക് തിളപ്പിച്ചാറി വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒക്കെ ചാറ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിത് കൊടുക്കണ അച്ചാറായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചില്ല, വേറെ ഒട്ടും വെള്ളം ചേർത്തില്ല. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അച്ചാറിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാതും മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും എനിക്ക് എല്ലാതും രണ്ടാമത് ചേർക്കേണ്ടി വന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും മസാലപ്പൊടികളായാലും വിനാഗിരി ആയാലും ഒക്കെ രണ്ടാമത് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഞാനതവിടെ തുറന്ന് കുറേ നേരം വെച്ച് ചൂടാറിയതിന് ശേഷം മൂടി വെച്ച്, പിന്നെ അടിഭാഗമൊക്കെ ചൂടാറിയോന്ന് അറിയില്ലല്ലോ, പിന്നെ ഞാൻ വലിയൊരു തുണിയെടുത്ത് കെട്ടി വെച്ചാൽ നമ്മൾ അണുക്കളൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കെട്ടി വെച്ച് പിന്നെ പിറ്റേ ദിവസമാണ് അച്ചാറൊക്കെ പകർത്തിയിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓവർ വിനാഗിരി ഇഷ്ടമുള്ളവർക്ക് വിനാഗിരി കൂടുതൽ ചേർക്കാം, പുളി ഓവറായിട്ട് ഇഷ്ടമുള്ളവർക്ക്, ഇല്ലാത്തവർക്ക് കുറവ് ചേർക്കാം കേട്ടോ. ഞാൻ മീഡിയം ലെവലിലാണ് ചേർത്തത്. അതങ്ങനെ അവിടെ എടുത്തു വെച്ചു. പിറ്റേ ദിവസം നമ്മുടെ ഭരണിയിൽ ആക്കി വെച്ചു കേട്ടോ. എനിക്ക് പ്ലാസ്റ്റിക് ഭരണി നമുക്ക് വാങ്ങിക്കുന്നത് അത്ര കച്ചവടത്തിന് ആയിട്ട് നോക്കുമ്പോൾ നമുക്കത്ര എന്താ പറയുക പോസിബിൾ അല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എന്തോ മനസ്സിൽ പിടിക്കില്ലേ പ്ലാസ്റ്റിക് പാത്രം വാങ്ങിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഭരണിയിലാക്കി അതങ്ങനെ വെച്ചു. അവസാനം ഗ്രേവിയും ഒക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഭരണി തലേദിവസം തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാക്കി വെച്ച്. പിന്നെ ഞാൻ വേറെ ഇല ഒന്ന് വാട്ടി മൂടി അങ്ങനെയൊന്നും ചെയ്തില്ല, ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയിട്ടാണ്. മറ്റുള്ള അച്ചാറൊക്കെ ചെയ്തപ്പോൾ നമുക്കത് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ വെറുതെ ഒരു തുണി മുകളിൽ കൂടെ ഇട്ട് കെട്ടി കൊടുത്തു, എന്ന് വെച്ചാൽ പ്രാണികളൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ പറഞ്ഞ് വെറുപ്പിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, ഇനി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കാണാം കേട്ടോ.